കക്കാട്ടു ശ്രീലകം തന്നിൽ വാഴും വിഘ്നേശ്വര കാത്തരുളിടേണം. വിഘ്നങ്ങളൊക്കെ ഒഴിച്ചിടേ അച്ചിത്തെ വന്നുയിറങ്ങിടേണം. മലരും കവിലും കദളിപ്പഴം കൊട്ടത്തേങ്ങയും ശർക്കരയും ഒറ്റപ്പം പിന്നെ അങ്ങുണ്ണിയപ്പം എല്ലാം പൂജി എന്റെ പൊന്നുണ്ണിയേ. ഭക്തതൻ വിഘ്നമൊഴിച്ചിടുന്ന പാർവതി നന്ദന വാഴ്ക വാഴ്ക. സേവിപ്പോർക്കാനന്ദം നൽകിടുന്ന പരമേശ്വര പുത്ര വാഴ്ക വാഴ്ക. പരമേശ്വര പുത്ര വാഴ്ക വാഴ്ക. ബ്രഹ്മപത്നി ദേവി ശ്വേതഭാരതരെ വാണി ഭഗവതി കൈതൊഴുന്നേ. കൊല്ലൂരിൽ വാഴുന്ന മൂകാസുര ഹരേ വീണാവാണി കൈതൊഴുന്നേ. മനശിക്കാ
പണ്ടൊരിക്കൽ അയോധ്യയിൽ വിശ്വാമിത്രൻ വന്നു. അഗ്നിയെപ്പോൽ തേജസ്സുള്ള മുനിശ്രേഷ്ഠൻ വന്നു. വസിഷ്ഠനും ദശരഥനും സ്വീകരിച്ചിരുത്തി. യഥാവിധി പൂജ ചെയ്തു, അഭിവാദ്യവും ചെയ്തു. സംപ്രീതനായി മുനിയും ഇപ്രകാരമോദി. രാക്ഷസ വീണകൾ കൊണ്ട് ഭാരം വലഞ്ഞല്ലോ. രാക്ഷസരെയൊതുക്കുവാൻ കൂടെയയക്കേണം. രാമലക്ഷ്മണ സോദരന്മാരെ വേഗം വേണം. വസിഷ്ഠനോടൊത്തു ചേർന്നു ആലോചിച്ചു രാജൻ. ശേഷം ദശരഥികളാം സോദരരെ മോദാൻ. ആദരവോടെ കൗശിക കരങ്ങളിൽ ചേർത്തു. ബാലന്മാർ തൻ കൈ പിടിച്ച് യാത്രയായി മുനിയും. ഗംഗയും കടന്നു ചെന്നു കൊടും കാട്ടിലെത്തി. താടക രാക്ഷസി തന്റെ വാസസ്ഥാനമാണ്. താടകാവനത്തിലവൾ ഭീതി പടർത്തുന്നു. താടകാശല്യം തീർക്കേണം രാമ എന്നായി മുനിയും. വില്ലെടുത്ത് ഞാൻ വലിച്ചു എയ്തു രാമനുടനെ. ശബ്ദം കേട്ട് കോപാഞ്ജയാൽ ഓടിക്കൊണ്ടടുത്തു. ആളമേഘം പോലെ പറന്നെത്തി ഘോര താടക. താടകാവധവും ചെയ്തു, മുക്തിയും കൊടുത്തു. ആളമേഘം പോലെ പറന്നെത്തി ഘോര താടക. താടകാവധവും ചെയ്തു, മുക്തിയും കൊടുത്തു. സന്തുഷ്ടനായി വിശ്വാമിത്രൻ